നമസ്കാരം. ഇന്ത്യൻ വംശജ സുനിത വില്യംസിൻ്റെ മൂന്നാം ബഹിരാകാശ യാത്രയാകുമായിരുന്ന നാസയുടെ ബഹിരാകാശ പേടകം ബോയിങ് സ്റ്റാർലൈനറിൻ്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് സ്റ്റാർലൈനറിൻ്റെ വിക്ഷേപം ഔദ്യോഗികമായി മാറ്റിവെക്കുന്നത്. പേടകം ബഹിരാകാശത്തേക്ക് കുതിക്കാൻ 3 മിനിറ്റും 51 സെക്കൻഡും മാത്രം ശേഷിക്കെയാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് പ്രാദേശിക സമയം രാത്രി 10 മണിക്കായിരുന്നു വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണ് ഇത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. സുനിത വില്യംസും നാസയുടെ ബുഷ് വിൽമോറുമായിരുന്നു സ്റ്റാർലൈനറിലെ ബഹിരാകാശ സഞ്ചാരികൾ. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് സ്റ്റാർലൈനർ വിക്ഷേപണം. നിലവിൽ 322 ദിവസം സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് ഒരു വനിത നടന്നതിൻ്റെ റെക്കോർഡ്, അതായത് 50 മണിക്കൂർ 40 മിനിറ്റ് ഇവരുടെ പേരിലായിരുന്നു. പിന്നീട് പെഗ്ഗി വൈറ്റ്സൺ 60 മണിക്കൂറും 21 മിനിറ്റും നടന്ന് ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കി. അമേരിക്കൻ നേവൽ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ സുനിത വില്യംസ് 1998 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുനിതയുടെ ആദ്യ യാത്ര 2006 ഡിസംബർ 9 2007 ജൂൺ 22 അവർ തിരിച്ചെത്തിയത്. ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ബോയിങ് സ്റ്റാർലൈനറിൻ്റെ വിക്ഷേപണവും മാറ്റിവെച്ചത്. അറ്റ്ലസ് 5 റോക്കറ്റിൻ്റെ സെൻറ്റർ അപ്പർ സ്റ്റേജിലെ ലിക്വിഡ് ഓക്സിജൻ ടാങ്കിലെ റെഗുലേഷൻ വാൽവിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഡാറ്റ വിശകലനം പൂർത്തിയാക്കാനും ആവശ്യമെങ്കിൽ മറ്റൊരു വാൽവ് സ്ഥാപിക്കാനും ഇത്രയും സമയം ആവശ്യമാണെന്നും നാസ വ്യക്തമാക്കുന്നു. സുനിത വില്യംസിനെ കൂടാതെ ബുച്ച് വിൽമോറും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ചിരുന്നു. വിക്ഷേപണം മാറ്റിവെച്ചതോടെ ഇരുവരെയും പേടകത്തിൽ നിന്ന് തിരിച്ചിറക്കി. ബഹിരാകാശ യാത്രികരുടെ ക്വാർട്ടേഴ്സിലേക്ക് അവരെ മാറ്റി. യുണൈറ്റഡ് ലോഞ്ച് അലയൻസാണ് അറ്റ്ലസ് 5 റോക്കറ്റ് നിർമ്മിച്ചത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ 8:34 പേടകത്തിൻ്റെ വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം നാസയുടെ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോർ, സുനിത വില്യംസ് എന്നിവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുകയായിരുന്നു. ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൻ്റെ പ്രഥമ ദൗത്യത്തിൻ്റെ പൈലറ്റ് ക്യാപ്റ്റൻ സുനിതയാണ്. പുതിയ പേടകത്തിൻ്റെ ദൗത്യത്തിൽ പറക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതിയും സുനിതയ്ക്കാണ്. സുനിത വില്യംസിൻ്റെ മൂന്നാമത് ബഹിരാകാശ യാത്ര കൂടിയായിരുന്നു സ്റ്റാർലൈനറിൻ്റേത്. സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗണിനൊപ്പം ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മറ്റൊരു സാധ്യത എന്ന നിലയ്ക്ക് നാസയുടെ ചരിത്രപ്രധാനമായ ദൗത്യമാണ് സ്റ്റാർലൈനർ. 7 ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിങ്ങിൻ്റെ ശേഷി വികസിപ്പിക്കുന്നതിൽ സുപ്രധാനമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദൗത്യം. ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ, റോട്ടർ ക്രാഫ്റ്റുകൾ, റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ, മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്ക ആസ്ഥാനമായ ബഹിരാഷ്ട്ര കോർപ്പറേഷനാണ് ബോയിങ് കമ്പനി. പുതുക്കിയ തീയതി എന്നാണ് സ്റ്റാർലൈനർ വിക്ഷേപിക്കുക എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇത് പലകുറിയായി ബോയിങ് സ്റ്റാർലൈനറിൻ്റെ വിക്ഷേപണം മാറ്റിവെക്കുന്നു. ഇത് വിക്ഷേപണത്തിന് ഏതാണ്ട് 3 മിനിറ്റ് മുമ്പ് ഒക്കെ മാറ്റിവെക്കുന്നത് നാസയ്ക്ക് വലിയ നാണക്കേടായി മാറി എന്ന ചില വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. എല്ലാം സജ്ജമാക്കിയിട്ട് വിക്ഷേപണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് വിക്ഷേപണം മാറ്റിവെക്കുന്നതും വിക്ഷേപണം റദ്ദാക്കുന്നതുമൊന്നും അങ്ങനെ ആവർത്തിച്ച് നടക്കാറില്ല. ചെറിയ രീതിയിലുള്ള ചെറിയ സമയക്രമ മാറ്റം മാത്രമേ ഇത്തരത്തിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന അതിപ്രധാനമായ ദൗത്യം, അപ്പോൾ അതിൻ്റെ എഞ്ചിനും അതുപോലെയുള്ള റോക്കറ്റും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും, സാങ്കേതിക സംവിധാനങ്ങളും കൃത്യമായി അണുവിട തെറ്റാതെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് വിശ്വാസത്തോടെ വിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ എല്ലാം സജ്ജമായ ഒരു വിക്ഷേപണത്തിനാണ് ഇപ്പോൾ നാസയും സ്റ്റാർലൈനറും ഒക്കെ തന്നെ കാത്തിരിക്കുന്നത്, ബോയിങ്ങും ഒക്കെ തന്നെ കാത്തിരിക്കുന്നത് എന്നാണ് അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അധികം വൈകാതെ തന്നെ ബോയിങ് സ്റ്റാർലൈനറിൻ്റെ വിക്ഷേപം നടക്കും. സുനിത വില്യംസും സഹയാത്രികനും ബഹിരാകാശത്തേക്ക് പറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ബോയിങ് കമ്പനിയും നാസയും ഇപ്പോൾ അവരുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്.